നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് വിശ്വസിക്കുന്ന സ്വയം പ്രഖ്യാപിത സമാധാന പ്രേമി പുതിയൊരു സമാധാന നീക്കവുമായി വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ശക്തി പ്രകടനത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത ലോക പോലീസ്. അമേരിക്കൻ സൈനിക ശക്തിയുടെ അടുത്ത ഇര വെനസ്വേല ആയിരിക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് മുകളിലുള്ള ആകാശപാത പൂർണ്ണമായും അടച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കൻ വ്യോമാക്രമണത്തിനോ ഒരുപക്ഷെ നാവികസേനയുടെ ആക്രമണത്തിനോ പോലും സാധ്യതയുണ്ടെന്നുള്ള ശക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. എല്ലാ എയർലൈനുകളും പൈലറ്റുമാരും മയക്കുമരുന്ന് വ്യാപാരികളും മനുഷ്യക്കടത്തുകാരും അറിയാൻ വേണ്ടി പറയുകയാണ്, വെനസ്വേലയ്ക്ക് മുകളിലുള്ളതും ചുറ്റുമുള്ളതുമായിട്ടുള്ള വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചിട്ടതായി പരിഗണിക്കുക എന്നാണ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കുറിച്ചത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയോട് വെനസ്വേല ശക്തമായി പ്രതികരിച്ചു. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്ന് വെനസ്വേലയിലേക്കുള്ള നേരത്തെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച 6 പ്രമുഖ അന്താരാഷ്ട്ര എയർലൈൻസുകളുടെ പ്രവർത്തനാനുമതി വെനസ്വേല സർക്കാർ ഉടനടി റദ്ദാക്കി. ഇനി നിങ്ങൾ പറക്കണ്ട എന്നാണ് വെനസ്വേല സർക്കാരിന്റെ തീരുമാനം. മയക്കുമരുന്ന് കടത്തുന്നു എന്ന് ആരോപിച്ച് മാസങ്ങളായി തുടരുന്ന വെനസ്വേലൻ കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണങ്ങൾക്ക് ശേഷമാണ് ട്രംപ് ഇപ്പോൾ ഈ രാജ്യത്തിനെതിരെ ഒരു തുറന്ന വ്യോമാക്രമണത്തിനുള്ള സൂചന നൽകിയിരിക്കുന്നത്. ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മുൻപേ ഉണ്ടായ സൈനിക നടപടികളിൽ 80-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ താരിഫ് ശാപം ഏറ്റുവാങ്ങിയ വെനസ്വേലയും ഇന്ത്യയും തമ്മിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം. വെനസ്വേലയുടെ വിശാലമായ എണ്ണ ശേഖരം ഇന്ത്യക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ എണ്ണക്കരാറുകൾ ന്യൂഡൽഹിയുടെ ഊർജ ആവശ്യങ്ങൾക്ക് നിർണായകമാണ്. കൂടാതെ വെനസ്വേലൻ എണ്ണയ്ക്ക് US നേരത്തെ ഏർപ്പെടുത്തിയ താരിഫ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ മേഖലയിൽ ചുറ്റിപ്പറക്കുകയും പ്രധാന വ്യോമപാതകൾ അടയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള നടപടി എന്നോണം ആരംഭിച്ച ഈ സംഭവം ഒരു പൂർണ്ണ യുദ്ധമായി ചിലപ്പോൾ വളർന്നേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വെനസ്വേലയ്ക്കും അതിന്റെ എണ്ണ ഉറവിടങ്ങളിൽ താല്പര്യമുള്ള ആഗോള വ്യാപാര പങ്കാളികൾക്കും ഒരു തിരിച്ചടി നൽകുക എന്നതായിരിക്കും ഇതിന്റെ പിന്നിലെ US ഗൂഢ ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.